ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഈ കിടക്കുന്ന മുതലിനെ ഒന്ന് ഒരുക്കി സുന്ദരിയാക്കണം. ഇതൊന്ന് ഉറങ്ങി കിട്ടാൻ ഞാൻ കാത്തിരുന്നതാണ്. അപ്പം അതിന് വേണ്ട സാധന സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആയുധമില്ലാതെ ഒരു യുദ്ധത്തിനിറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കരി, തീപ്പെട്ടിക്കൊള്ളി, അഥവാ കരി വരയ്ക്കുന്ന അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയ എണ്ണ, പൗഡർ, പിന്നെ പൗഡർ ഇടുന്ന സ്പഞ്ച്. അപ്പം നമുക്ക് തുടങ്ങാം. ഞാൻ അത്ര വലിയ കലാകാരിയൊന്നുമല്ല. ഈ മുഖത്ത് എനിക്ക് താജ്മഹലൊന്നും വരയ്ക്കാനൊന്നും പറ്റത്തില്ല. എങ്കിലും ജസ്റ്റ് പിരിവൊന്ന് എഴുതണം, ഒരു പൊട്ടിടണം, 2 വാൽ എഴുതണം, ഒരു ചള്ളക്കുത്തരണം. ഇത്രയേ ഉള്ളൂ കാര്യം. അതിനാണ് ഞാൻ ഇത്ര ബിൽഡപ്പ് കൊടുത്തിരിക്കുന്നത്. ചിലരൊക്കെ കരി നല്ല ഭംഗിക്ക് എഴുതുന്നുണ്ട്, നല്ല വാലൊക്കെ ഇട്ട് എഴുതി. പക്ഷെ എനിക്കങ്ങനെയൊന്നും എഴുതാൻ പറ്റില്ല. ഞാൻ എഴുതിയ ഒരു പിരിവം എങ്ങോട്ടെങ്കിലും, മറ്റേ പിരിവം ഇതിനൊട്ടും ചേർച്ചില്ലാത്ത കണക്ക് വേറെ എങ്ങോട്ടെങ്കിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഇത് ഉണർന്നിരുന്നാൽ എന്നെക്കൊണ്ട് കരി എഴുതാൻ സമ്മതിക്കത്തേ ഇല്ല. ഞാൻ കരി എഴുതാൻ എടുക്കുമ്പോഴേക്കും പറയും, അമ്മ ഇവിടെ കുത്ത്, ഇവിടെ കുത്ത്, ഇവിടെ എഴുത്, ഇവിടെ വാലിടമ്മ എന്നും പറഞ്ഞ് എനിക്കൊരു സ്വസ്ഥത തരാതെ ഇരിക്കും. അതുകൊണ്ട് ഇത് ഉറങ്ങിയാൽ കരി എഴുതാൻ പറ്റും. നിങ്ങൾ എത്ര പേരുണ്ട് ഗായ്സ് കുട്ടികൾ ഉണർന്നിരിക്കുമ്പം കരി എഴുതുന്നത്? അവർ ഉണർന്നിരിക്കുമ്പം കരി എഴുതാൻ സമ്മതിക്കുന്നവർ? എൻ്റെ കൊച്ചെന്തായാലും ഉണർന്നിരിക്കുമ്പം കരി എഴുതാൻ സമ്മതിക്കത്തേയില്ല. പണ്ടത്തെ അമ്മമാർ കരി എഴുതാൻ ഈ കമ്പും കൊളിയൊന്നും എടുക്കത്തില്ല. അവരുടെ ചൂണ്ടുവിരലാണ് അവരുടെ ആയുധം. അവരത് വെച്ചാണ് കണ്ണെഴുതുന്നത്. പക്ഷെ ഇന്നങ്ങനെയല്ല. കരി മേടിക്കുമ്പോൾ കരിയുടെ കൂടെ കിട്ടും കണ്ണെഴുതാനുള്ള ആ ചെറിയ സ്റ്റിക്ക്. അങ്ങനെ പിരിവൊക്കെ എഴുതി, പൊട്ടൊക്കെ തൊട്ട്, ചെള്ളക്കുത്തൊക്കെ ഇട്ട്, അങ്ങനെ വാലൊക്കെ ഇട്ട്, പിരിവൊക്കെ എഴുതി, പൊട്ടൊക്കെ ഇട്ട്, ചെള്ളക്കുത്തൊക്കെ ഇട്ട് എൻ്റെ തക്കുവിനെ സുന്ദരി ഭാവയാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റ ബൈ ബൈ. ടാറ്റ ബൈ ബൈ. സീ യു ഗൈസ്.